ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെയിലി ബയാസ്, എങ്ങനെ സിമ്പിളായിട്ട് ഡെയിലി ബയാസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഡെയിലി ബയാസിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും. സോ ഡെയിലി ബയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ, ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ ആ ഒരു ഡെയിലി ക്യാൻഡിൽ എയ്തർ അത് അപ്പ് സൈഡ് മൂവ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺ സൈഡ് മൂവ് ചെയ്യും. ആ ഒരു ക്യാൻഡിലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എയ്തർ അപ്പ് സൈഡിലേക്കായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺ സൈഡിലേക്കായിരിക്കും. ഈ ഒരു കാര്യം നമുക്കറിയാം അല്ലേ. സോ ഈ ഒരു എക്സ്പെക്റ്റേഷൻ, ഈ ഒരു അനാലിസിസ് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ടാവണം. സോ ആ ഒരു അനാലിസിസിനെ കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിനാണ് സിംപ്ലി ഡെയിലി ബയാസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഡെയിലി ബയാസ് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. സോ നമുക്കെല്ലാവർക്കും മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് അറിയാം അല്ലേ. മാർക്കറ്റ് എയ്തർ അപ്സൈഡ്, എന്താണ് പറയുക, ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും, ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെയറിഷ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും. സോ ഇങ്ങനെ 3 മാർക്കറ്റ് സ്ട്രക്ചറാണ് നമുക്കുള്ളത് അല്ലേ. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി ബയാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഡെയിലി ബയാസ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മൂവ് ചെയ്യുന്നത്. സോ ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും, പിന്നെ സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വരും അല്ലേ. അതായത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, ദെൻ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഈ ഒരു സൈക്കിളാണ് മാർക്കറ്റിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നത്, നമുക്ക് അറിയാം. റൈറ്റ്. സോ എങ്ങനെ നമുക്ക് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് മാർക്കറ്റിലെ ഡെയിലി ബയാസ് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? റീസെൻ്റ്ലി ഇവിടെ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു അല്ലേ. സോ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ഇവിടെ വന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇവിടെ ഉണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ഇവിടെ വന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? സോ വെയിറ്റ്, ഞാൻ റീപ്ലേ മോഡ് വെച്ചിട്ട് കാണിച്ചു തരാം. സോ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീനെ ഇവിടെ വന്ന് ടേക്ക് ഔട്ട് ചെയ്തു. റൈറ്റ്. സോ ഇത് ടേക്ക് ഔട്ട് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഏത് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്? സോ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ് അല്ലേ. മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു, താഴേക്ക് ഒരു MSS ക്രിയേറ്റ് ചെയ്തു, താഴേക്ക് വന്നു, എഗെയിൻ ഒരു റീട്രേസ്മെൻറ്റ് മുകളിലേക്ക് പോയി, ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റീനെ എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നു, ദെൻ മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു MSS ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. റൈറ്റ്. സോ ഇവിടുത്തെ നമ്മളുടെ സ്ട്രക്ചർ എന്താണ്? ബുള്ളിഷ് സ്ട്രക്ചറാണ്. മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണ്. ഓർഡർ ഫ്ലോ മീൻസ് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ള കാര്യത്തിനെയാണ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ഇവിടെ ഒന്ന് ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് എന്തായിരുന്നു? ബുള്ളിഷ് സ്ട്രക്ചർ ആയിരുന്നു. സോ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യണം. ഓക്കെ. ഇവിടെയാണ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്. സോ ഈ ഡേയിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു ട്രേഡ് പ്ലാൻ ചെയ്യണം. സോ ഈ ഒരു ഡേയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഡെയിലി ബയാസ് വേണം. സോ ഡെയിലി ബയാസ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ടും. ഓക്കെ. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഡെയിലി ബയാസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷ് സ്ട്രക്ചർ ആയതുകൊണ്ടും ഇവിടുത്തെ ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെയാണെന്ന് നോക്കണം. നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാം. സോ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തു. സോ പലരും വിചാരിക്കും, ഇവിടെ ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തില്ലേ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തില്ലേ, സോ നെക്സ്റ്റ് മാർക്കറ്റിന് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് ആയിരിക്കില്ലേ പോകുന്നത്. സോ എന്താണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി? പല വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് മാർക്കറ്റ് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഒരു FEGയിലേക്ക് മാർക്കറ്റ് പോകില്ലേ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും വരും. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു
സ്പെസിഫിക് ഡേയിലെ ബയാസ് നമുക്ക് ബെയറിഷ് ആക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സ്റ്റിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷാണ്. മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ ബുള്ളിഷാണ്. പ്ലസ് നമുക്കിവിടെ ഒരു MSS കിട്ടിയിട്ടില്ല. മാർക്കറ്റിന് ഒരു ബെയറിഷ് MSS കിട്ടുമ്പോൾ അതിന് മീൻ ചെയ്യുന്നത് എന്താണ്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറി ബെയറിഷ് സ്ട്രക്ചറായി എന്നാണ് അത് മീൻ ചെയ്യുന്നത്, അല്ലേ? സോ നമുക്കിവിടെ ഒരു ഡെയിലി ബയാസ് ബെയറിഷ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെയിലി ക്യാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബെയറിഷ് MSS കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇനിയൊരു ബെയറിഷ് ബയാസിലേക്ക് പോവുള്ളൂ. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ഹൈനെയാണ്, റൈറ്റ്? ഈ ഒരു ഹൈനെയാണ് നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹൈനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ എനിക്ക് ഈ ഒരു ഡേയിൽ ബുള്ളിഷ് ബയാസ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, പ്ലസ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ് ആസ് ഓഫ് നൗ, അല്ലേ? അപ്പോൾ ഈ ഒരു ഹൈനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ പോകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ, എന്നുള്ള ഒരു വിഷനിൽ, അതാണ് എൻ്റെ ബയാസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്? മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ലിക്വിഡിറ്റിനെ എഗെയിൻ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നു, അല്ലേ? സോ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡേയിലും എനിക്ക് ബുള്ളിഷ് ബയാസ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ബെയറിഷ് MSS എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്റ്റിൽ എൻ്റെ ബയാസ് ബുള്ളിഷ് തന്നെയാണ്. ആൻഡ് ലിക്വിഡിറ്റി ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ മേ ബി എനിക്കത് തെറ്റിയേക്കാം, നോ പ്രോബ്ലം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 70% ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഡെയിലി ബയാസ് വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ബെയറിഷ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ ഡെയിലി ബയാസ് മാറ്റുമോ? ബുള്ളിഷ് ബയാസിൽ നിന്നും ബെയറിഷ് ബയാസിലേക്ക് ഞാൻ മാറുമോ? ഇല്ല, എനിക്കിതുവരെ ബെയറിഷ് MSS കിട്ടിയിട്ടില്ല. സോ നെക്സ്റ്റ് ക്യാൻഡിലും എനിക്ക് ബുള്ളിഷ് ബയാസ് ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കീ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ബുള്ളിഷ് ബയാസ് ആയിരുന്നു, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, മാർക്കറ്റ് അതിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്തു, ഡെയിലി ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്തു. സോ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്കൊരു ബെയറിഷ് MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇവിടെ നമുക്കൊരു ബെയറിഷ് MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ എന്തായി? സ്ട്രക്ചർ എന്തായി? ബെയറിഷായി. ബെയറിഷ് സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് ബെയറിഷ് ബയാസ് ആയിരിക്കും. പ്ലസ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കറിയാം മാർക്കറ്റിന് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, അല്ലേ? സോ ഈ ഒരു ബെയറിഷ് MSS കിട്ടിയപ്പോൾ നമ്മളുടെ ബയാസ് ബെയറിഷ് ആയിട്ടുണ്ട്. പ്ലസ് ഇനി നമ്മൾ നോക്കേണ്ടത് നിയറസ്റ്റ് ലിക്വിഡിറ്റി ഏതാണെന്ന് ഉള്ളതാണ്. സോ നമുക്കിവിടെ എല്ലാം നോക്കുമ്പോൾ നിയറസ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് കാണുന്നത് ഈ ഒരു ലോ ആണ്, അല്ലേ? സോ നമുക്ക് ഈ ലോയിലേക്ക് മാർക്കറ്റ് പോകും എന്നുള്ളൊരു വിഷനിൽ എന്ത് ചെയ്യാം? ബെയറിഷ് ബയാസ് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ബെയറിഷ് ബയാസോടുകൂടി ട്രേഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കാം, ബെയറിഷ് ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലും ബെയറിഷ് ആയിരുന്നു. സോ അടുത്ത ഡേയിൽ ഓൾസോ എൻ്റെ ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. സോ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്, അല്ലേ? ആ 3 ദിവസവും നമുക്ക് ബെയറിഷ് വ്യൂ കിട്ടി. ഇവിടെ നമുക്ക് ഈ 2 ദിവസം മാത്രമാണ് നമ്മളുടെ ബയാസ് തെറ്റിയത്, അല്ലേ? അതിനുശേഷം ഈ 3 ദിവസം നമുക്ക് എന്ത് കിട്ടി? ബയാസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും ഒരു ആക്യുറസി വെച്ചിട്ട് നമ്മളൊരു ലോങ് ടേമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി തീർച്ചയായിട്ടും ഫോർ ഷുവർ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒരുപാട് കാര്യം ഇമ്പ്രൂവ് ചെയ്യും. ഡെയിലി ബയാസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ICT കൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ലൈക്ക് ഒരു കാറും അതിൻ്റെ എൻജിനും പോലെയാണ്. ഓക്കെ, ICT കൺസെപ്റ്റിൻ്റെ എൻജിൻ എന്ന് പറയാം നമുക്ക് ഈ ഡെയിലി ബയാസിനെ. സോ ഡെയിലി ബയാസ് ആ ഒരു സ്പെസിഫിക് ഡേയിലെ ഡയറക്ഷനെ നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷനും റിസ്ക് മാനേജ്മെൻറ്റുമാണ്. സോ അത് വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു ടോപ്പിക്കാണ്. സോ ഇവിടെ നമ്മൾ ഡെയിലി ബയാസിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇത്രയും നാൾ നമുക്ക് ബെയറിഷ് ബയാസോടുകൂടി തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി, ഇപ്പോൾ മാർക്കറ്റിൻ്റെ കറണ്ട് സ്ട്രക്ചർ എന്താ? ബെയറിഷ് ആണ്. സോ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതാണെന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് ലിക്വിഡിറ്റി നോക്കുമ്പോൾ ഈ ഒരു ലോ കിടപ്പുണ്ട്, അല്ലേ? സോ ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള ബയാസിൽ എനിക്ക് അടുത്ത ഡേ കൂടി ട്രേഡ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ ബെയറിഷ് ബയാസാണ്, ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ
യെസ്, ഡൗൺ ക്ലോസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഡൗൺ ക്ലോസ്ഡ് ആണ്, ബട്ട് അതൊരു ഡോജി പോലെ ഒരു കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ക്യാൻഡിലായിരുന്നു. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഓൾസോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വിത്ത് നെക്സ്റ്റ് ഡേ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഒരു ബെയറിഷ് ബയോസ് കൂടിയാണ്. സോ അതൊരു അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിലായിരുന്നു. ഇറ്റ് ഹാപ്പൻസ്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്യാൻഡിൽ ബെയറിഷ് ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്, അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? ബെയറിഷ് തന്നെയാണ്. സോ നെക്സ്റ്റ് എന്താണ് ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊരു സ്വിങ് ലോ ആണല്ലേ. സോ ഇവിടേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ഇതും ഒരു സ്വിങ് ലോ ആണ്. സോ ഇവിടേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെ ഹയറാണ്, അല്ലേ? ആൻഡ് ഈ ഒരു ഡേ മുകളിലേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡേയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബെയറിഷ് ബയാസ് തന്നെ കൊണ്ടുവരാൻ വരുന്നു. സോ അടുത്ത ദിവസത്തെ എൻ്റെ ബയാസ് എഗെയിൻ ബെയറിഷ് തന്നെയാണ്. ഡെയിലി ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. ഞാനൊരു ഡൗൺ ക്ലോസ്ഡ് ഡെയിലി ക്യാൻഡലിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ബേസിസിലായിരിക്കും, അതാണ് എൻ്റെ ഡയറക്ഷൻ, അതാണ്. ഓക്കെ, സോ നോക്കാം. യെസ്, ആൻഡ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ? ഇപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഇതൊരു പുതിയ ലോ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ഇതിനെന്ത് പറയും? ഇതും ഒരു ലിക്വിഡിറ്റിയാണ്. സോ മാർക്കറ്റ് ബെയറിഷ് ബയാസ് ആണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോൾ ഓൾറെഡി എടുത്തു, അല്ലേ? ആൻഡ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിന് താഴേക്ക് ഇവിടേക്ക് തന്നെ വരും എന്നുള്ളൊരു വ്യൂവിൽ ഞാൻ എഗെയിൻ അടുത്ത ഡേയിൽ ബെയറിഷ് ബയാസോട് കൂടി ട്രേഡ് ചെയ്യും. ഓക്കെ, ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഡേ ഓൾസോ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഡേ ഓൾസോ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഇവിടെ എങ്ങും ഞാൻ എൻ്റെ ബയാസ് മാറ്റിയിട്ടില്ല. ഇവിടെ എങ്ങും ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം അല്ല, ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ എത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബുള്ളിഷിലേക്ക് പോയോ? എൻ്റെ ബയാസ് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ സ്റ്റിൽ ബെയറിഷിൽ തന്നെയാണ്, അല്ലേ? ആൻഡ് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് ഇനി വരും എന്നാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ കറണ്ട് സ്ട്രക്ചർ ബെയറിഷ് ആണ്. സോ അതുകൊണ്ട് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിൻ്റ് ഇവിടെ ആയതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂ ഇവിടം വരെ ബെയറിഷ് ആണ്. പക്ഷേ ഇവിടം വരെ വരുന്നതിന് മുന്നേ നമുക്കൊരു ബുള്ളിഷ് MSS കിട്ടിയ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബയാസ് നമ്മൾ ചേഞ്ച് ചെയ്യും, അല്ലേ? സോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം കാണാം. എന്താണ്? ഇതൊരു പുതിയ സ്വിങ് ലോ ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലേ? സോ മാർക്കറ്റിന് എന്ത് വേണം? ലിക്വിഡിറ്റിയിലേക്കായിരിക്കും മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ഡെയിലി ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. ഈ ലിക്വിഡിറ്റിയിലേക്കും വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. സോ ഒബ്വിയസ്ലി താഴേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഒരു ഈക്വൽ ലോസ്, അല്ലേ? ഈക്വൽ ലോ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എഗെയിൻ ബെയറിഷ് ബയാസോട് കൂടി നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യുന്നു. ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഡേ ഓൾസോ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. സോ ഇത്രയും സിമ്പിളാണ് ബയാസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബയാസിൻ്റെ കാര്യങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നും മറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് ബയാസ് കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും ഒരുപാട് ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു അറൗണ്ട് ഒരു 100 ഡേയ്സിലെ ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡെയിലി ക്യാൻഡിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ട്രേഡിംഗ് വ്യൂവിൽ ബേസിക് വെർഷനിൽ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രീവിയസ് ഡേറ്റാസിലേക്ക് പോകാൻ വേണ്ടി കഴിയും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. റിസൾട്ട് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എവരിവൺ.